ഹായ് ഓൾ. അങ്ങനെ 45 ദിവസം നീണ്ടു നിന്ന CUET ജേർണി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് NIT കാലിക്കറ്റിലാണ്. ഇവിടെ കുറേ കുട്ടികൾ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് അവരുടെ എക്സ്പീരിയൻസസ് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളും CUET എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസസ് കമൻറ്റിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ പ്രപ്പോയ്സ് നിങ്ങൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. കമോൺ. പേരെന്തായിരുന്നു? ലക്ഷ്മി. എവിടെ നിന്ന് വരുന്നത്? കണ്ണൂരിൽ നിന്നല്ലേ? അപ്പം CUET എഴുതില്ലേ? ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതിയത്? ഞാൻ സയൻസ് സബ്ജക്ട്സ് പിന്നെ ജനറൽ ടെസ്റ്റ്. സയൻസ് സബ്ജക്ട്സ് ആണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. പേരെന്തായിരുന്നു? ഹരികൃഷ്ണൻ. എവിടെ നിന്ന് വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്ന് ഇവിടെ വരെ വന്നു. രാവിലെ ഇറങ്ങി ഇന്നലെ വന്നു, ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. ഓക്കെ, ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. ഓക്കെ, ഏതൊക്കെ എക്സാം എഴുതി? ഏതൊക്കെ സബ്ജക്ട്? എനിക്ക് ഇന്ന് മോർണിംഗ് സ്ലോട്ടിൽ ഇംഗ്ലീഷും ബയോളജിയും കെമിസ്ട്രി ഉണ്ടായി. ഇപ്പം സ്ലോട്ട് 2 ആണ് എഴുതി ഇറങ്ങിയത്. ഓട്ടറിനോണ്ട് ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഫിസിക്സും ഇംഗ്ലീഷും മലയാളം ഉണ്ട്. ജനറൽ സ്റ്റഡീസ് ചെയ്തില്ല? ഇല്ല, അത് എഴുതിയില്ല. പേരെന്താ? ആദിത്യൻ. എവിടുന്നാ വരുന്നത്? നരിപ്പറ്റ. ഇന്ന് ഏതൊക്കെ എക്സാംസ് എഴുതിയ? മലയാളം, അക്കൗണ്ടൻസി, ജനറൽ ടെസ്റ്റ്. അപ്പോൾ ഏത് കോഴ്സാണ് നോക്കുന്നത്? ഞാൻ BCom. ഇനി ഡിഗ്രി BCom ആണ് നോക്കുന്നത്. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ? ഡൽഹി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എക്സാം? മൊത്തത്തിൽ അക്കൗണ്ടൻസി കുറച്ച് ടഫ്. അത് 2 ഭാഗമായുണ്ട്. +2 2 പാർട്ടാണ് അക്കൗണ്ടൻസി. അതിൽ ഒന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മറ്റേ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലേശം ഡിഫിക്കൽട്ടായി, അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ബാക്കി ജനറൽ ടെസ്റ്റിനെ പറ്റി മോശമില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ മൊത്തത്തില്? ഈസി, മീഡിയം, ഹാർഡ്? ഞാൻ ജനറൽ ടെസ്റ്റിന് മാത്രമേ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത്. ടൈം കുറച്ച് കുറവാണെന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു. ബാക്കി വലിയ കുഴപ്പമില്ല. ഏത് കോഴ്സാണ് വിചാരിക്കുന്നത്? ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MA-ന് വേണ്ടിയിട്ട്. പിന്നെ വേറെ പ്രിപ്പറേഷൻസ് വേറെ ഏത് രീതിയിലാണ് ചെയ്തത്? മീൻസ് സ്വന്തമായിട്ടാണോ അതോ എന്തെങ്കിലും കോച്ചിങ് അക്കാഡമി? യൂട്യൂബെല്ലാം കണ്ടിട്ട് അങ്ങനെ. ഓക്കെ, യൂട്യൂബിൽ Prepwise പറ്റി കണ്ടിട്ടുണ്ട്. ക്ലാസ്സാണ്. വിചാരിച്ച കോളേജിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. Prepwise പറ്റി കേട്ടു? യൂട്യൂബ് കാണാറുണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ കണ്ടന്റ്സ് ഒക്കെ? ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തോന്നിയോ? വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഏത് കോളേജിലേക്ക് കിട്ടാനാണ് താല്പര്യം? മീൻസ് എന്താണ് ആഗ്രഹം? എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ഇംഗ്ലീഷിന് കയറാനാണ് ആഗ്രഹം. പിന്നെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു? പ്രിപ്പറേഷൻ നടന്നിരുന്നു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ ഗൈഡ് വെച്ച് പഠിച്ചു. പിന്നെ ടീച്ചേഴ്സും സെൽഫ് പ്രിപ്പറേഷൻ ആണ് സ്റ്റഡി ചെയ്യാൻ. ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, അപ്പം വിചാരിച്ച യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കുഴപ്പമില്ല. സ്ലോട്ട് 1ഉം 2ഉം കൂടെ? ഇല്ല, 1 എഴുതിയിട്ടുള്ളൂ. 1 കഴിഞ്ഞിട്ടുള്ളൂ? അല്ല, 1 മാത്രമേ. 1 മാത്രമേ എഴുതിയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം CUET എഴുതിയ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കോഴ്സുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.